അതെങ്ങനാ? ആലയത്തിൽ വരുമ്പോ നിറഞ്ഞു തുള്ളും, വീട്ടിൽ ചെല്ലുമ്പോ ഉറഞ്ഞു തുള്ളും. എന്താ? ആലയത്തിൽ വരുമ്പോ ഈ ഉറഞ്ഞു തുള്ളി അമ്മാമ, വീട്ടിൽ ചെല്ലുമ്പോ സ്തോത്രം. ആലയത്തിൽ വന്ന് നിറഞ്ഞു തുള്ളി അമ്മാമ, വീട്ടിൽ ചെല്ലുമ്പോ പിള്ളേര് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുക. പിന്നെയും ആലയത്തിൽ വന്ന് നിറയുമ്പോ മുന്നേ ഇരിക്കുന്ന പിള്ളേർ ഇങ്ങനെ നോക്കും, ഞങ്ങളുടെ അമ്മ തന്നെയാണോ ഈ തുള്ളുന്നതെന്ന്. ഇല്ലേ? പിള്ളേരെയും കൊണ്ട് ചുമ്മാ പുറമോട്ട് തിരിഞ്ഞ് നോക്കിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ആലയത്തിൽ വരുമ്പോഴല്ല ആത്മീയം കാണിക്കേണ്ടത്, നിന്റെ തലമുറയെ വളർത്തുന്നതിന്, നിന്റെ തലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതിന്, അവരെ എങ്ങനെ ഡ്രസ്സ് ധരിപ്പിക്കണം, അവർ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ, അവരെ ചില ശീലങ്ങൾ പഠിപ്പിക്കേണ്ടതിന്, ഉപവസിക്കാൻ പഠിപ്പിക്കാൻ, ദൈവവചനം വായിക്കാൻ പഠിപ്പിക്കാൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സൺഡേ സ്കൂളിൽ കൃത്യമായി പോകാൻ പഠിപ്പിക്കാൻ. വീട്ടിൽ ഫോണുമായി മുറിക്കകത്തേക്ക് കയറുമ്പോ ആ മുറിയുടെ വാതിലിന്റെ കൊളുത്ത് ചുറ്റിക കൊണ്ട് അടിച്ച് ഇല്ലാതാക്കാൻ ഒരമ്മയ്ക്ക് അഭിഷേകം വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പരാതി എന്നാന്നറിയാമോ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വിളിച്ചാ മുറി തുറക്കത്തില്ല. ഞാൻ ആ അമ്മാമ്മയോട് ചോദിച്ചു, ചുറ്റിയ വീട്ടിലില്ലായിരുന്നോ? മുറി തുറക്കത്തില്ലെന്ന്. ഇനി അവള് കൊളുത്തിടരുത്. ആ പരുവത്തിൽ ആ കൊളുത്തിന് ഒരെണ്ണം കൊടുക്കണം. വീട്ടിൽ പൂട്ടിയിരുന്ന്, റൂം പൂട്ടിയിരുന്ന് ഈ 24 അവേഴ്സും ഫോണ് റിസർച്ച് ചെയ്യ. നീ ആരെ? കഴിക്കാൻ മാത്രം വരും, തുണി വേറെ വല്ലവരും നനച്ചു കൊടുക്കണം. അങ്ങനെ കൊടുക്കണ്ടെന്ന്. ചേടാ, പിള്ളേർക്കെല്ലാം എന്നോട് ദേഷ്യം വരുന്നുണ്ട്. ഒരു രക്ഷയുമില്ല, പറഞ്ഞേ പറ്റത്തുള്ളൂ. പ്രായത്തിനനുസരിച്ച് ജീവിക്കാൻ അവരെ പഠിപ്പിക്കണം. ദൈവത്തിന്റെ പൈതലേ, സർട്ടിഫിക്കറ്റ് കുറച്ച് മതിയെന്നേ. ഇല്ലെങ്കിൽ കാനഡായി കൊണ്ടുപോയിട്ട് ചപ്പാത്തി കുഴയ്ക്കാൻ പഠിപ്പിക്കും ദൈവം. അനുഗ്രഹിച്ചങ്ങ് കാനഡായി കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോ ചപ്പാത്തി കുഴയ്ക്കാൻ പഠിക്കും. ഇവിടെ നിന്നു കുഴി, ഗോതമ്പ് കുഴയത്തില്ല, നമ്മൾ കുഴി. വേണ്ട കേട്ടോ. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ആലയത്തിലേക്ക് മാത്രമുള്ളതല്ല, സകല സത്യത്തിലും വഴി നടത്തണം. സകല ലോകത്തിന്റെ ശക്തിയെയും ജയിക്കുന്നതാ, ജഡത്തിന്റെ ശക്തിയെ ജയിക്കുന്നതാ, ജ്ഞാനത്തോടെ നടത്തുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷിക്കണം. അർത്തദാസൻ പറഞ്ഞു, കൊയ്ത്തുകാലത്തിലെ സന്തോഷം